ഹായ് നമസ്കാരം, ഞാൻ ജോർജ് പോൾ. നമ്മളിന്ന് പെട്ടക്കാൻ പോണത് നേരെ ബാംഗ്ലൂർക്കാണ്. അപ്പോൾ ബാംഗ്ലൂരിൽ നമ്മൾ ചെയ്ത ഒരു വർക്ക്, ഒരു ശില്പം റീപെയിൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അവിടെയുള്ള ഒരു ഗ്ലാസ് മൊസൈക്ക് ഉണ്ട്, അതൊന്ന് കാണണം. തൊട്ടടുത്ത് ബാലമാഷി ചെയ്ത 1-2 വർക്കുണ്ട്, അതൊക്കെ ഒന്ന് കാണണം. അതൊക്കെ തന്നെയാണ് നമ്മളുടെ പരിപാടി. അപ്പോൾ പെട്ടക്കാൻ നമുക്ക്. അങ്ങനെ ഞങ്ങളിപ്പോൾ കളമശ്ശേരി എത്തിയിട്ടാ. ഇതാ കാണുന്നതാണ് നമ്മളുടെ കൊച്ചി മെട്രോ. ഒരു രക്ഷയില്ലാട്ടോ, പേട്ടപെട സംഭവമാണ്. അങ്ങനെ ഞങ്ങള് ഇപ്പൊ തമിഴ്നാട് എത്തിയട്ടാ. തമിഴ്നാട് എൻട്രി ചെയ്യുന്നു. ആ കാണുന്ന മലകളൊക്കെ തമിഴ്നാട്ടിലേക്ക് കയറുമ്പോ കാണുന്ന ഭയങ്കര രസമുള്ള സ്ഥലമുണ്ട്. നമ്മുടെ യാത്രകളിൽ ഇത്തരം കാഴ്ചകളാണ് നമ്മളുടെ ഒരു സുഖവും സന്തോഷവും അല്ലെങ്കിൽ ഒരു സമ്പാദ്യവും എന്നൊക്കെ പറയുന്നത്. ഇത്തരം രസകരമായ ഒരുപാട് കാഴ്ചകൾ നമ്മുടെ മുമ്പിലൂടെ ഇങ്ങനെ കടന്നു പോണ കാണും. ഞങ്ങൾ പോകുന്നത് സേലം വഴിയല്ല കേട്ടോ, നമ്മളുടെ മേട്ടൂര് വഴിയാണ്. ഭയങ്കര രസമുള്ള വഴിയാണ്, കാരണം മൊത്തം പച്ചപ്പും മരവും തണലും. ഞങ്ങളിപ്പോ തൊപ്പൂരിനടുത്തെത്തി, തമിഴ്നാടാണ്. അപ്പോൾ സമയം ഏതാണ്ട് 1 മണിയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ പെട്ടെന്ന് ഒരു ഫുഡ് വെക്കാമെന്നാണ്, ഒരു കുക്കറിലൊരു ബിരിയാണി. അപ്പോൾ നമുക്കൊന്ന് പെട്ടെന്ന് അത് വെച്ചിട്ട് നേരെ ബാംഗ്ലൂർക്ക് പോവാം. മനുഷ്യ ഉണ്ട് എനിക്കാറും ബിരിയാണി തികഞ്ഞില്ലെന്ന് പറഞ്ഞ് ഇടിയാവും കേട്ടോ. അങ്ങനെ നമ്മുടെ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഒരു കിടുക്കൻ ബിരിയാണിയാണ് നമ്മൾ ചെയ്തത്. കുക്കറിലിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നൊരു ബിരിയാണിയാണ്. അപ്പോൾ നിങ്ങൾക്കും പരീക്ഷിക്കാവുന്നൊരു ബിരിയാണിയാണ്. അതിൻ്റെ ഒരു റെസിപ്പിയൊക്കെ നമ്മൾ പിന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ബാംഗ്ലൂർ. നമ്മളിപ്പോൾ നിൽക്കുന്നത് SFS കോളേജ് ക്യാമ്പസിൻ്റെ അകത്താണ്. കോളേജ് ക്യാമ്പസിൻ്റെ അകത്ത് ഏതാണ്ട് ഒരു 2 കൊല്ലം മുമ്പ് ചെയ്ത ഒരു വർക്കാണിത്. ഇത് റീപെയിൻറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നത്. അപ്പോൾ ഇത് റീപെയിൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ
സ്കൂളിൻ്റെ അകത്ത് ഞങ്ങൾ ചെയ്തൊരു ഗ്ലാസ് മൊസൈക്ക് ഉണ്ട്. അത് എനിക്ക് തോന്നുന്നത് ഒരു വർഷമായിട്ടുള്ളത് ചെയ്തിട്ടുണ്ട്. ഒരു 40 അടിയോളം നീളമുള്ള വലിയൊരു ഗ്ലാസ് മൊസൈക്കാണ്. അപ്പോൾ നമുക്കത് കാണാം. നമ്മളിപ്പോൾ SFS സ്കൂളിൻ്റെ അകത്താണ് നിൽക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ചെയ്തൊരു ഗ്ലാസ് മൊസൈക്ക് ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഏതാണ്ട് ഒരു 40 അടിയോളം നീളമുണ്ട്. ഭയങ്കര രസകരമായൊരു മൊസൈക്കാണ്. അതിനകത്ത് യേശുവും കുട്ടികളുമാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് നമ്മൾ സ്ഥിരം കാണുന്നൊരു യേശു അല്ല, ഭയങ്കര രസമുള്ളൊരു യേശുവാണ്. അപ്പോൾ വർക്ക് ഈ കാണുന്നതാണ് നമുക്ക്. ഈ വർക്ക് ഞങ്ങളെ ചെയ്യാൻ സഹായിച്ചത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഡ്രോയിങ് കണ്ടില്ലായിരുന്നു. ഇപ്പോൾ ജീസസും കുട്ടികളൊക്കെ ഇട്ടിരിക്കുന്നതിൻ്റെ നമ്മൾ കാണാത്തൊരു ഡ്രോയിങ്ങാണ്. അതുപോലെ തന്നെ അതിൻ്റെ അടിയിലുള്ള ആ റിലീഫ് ഇമേജ്, ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളെ സഹായിച്ചത് SFSലെ ഫാദർ കളരിയച്ചനാണ്, ഫാദർ തോമസ് കളരി. അദ്ദേഹത്തിൻ്റെ വലിയൊരു കോൺട്രിബ്യൂഷൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വർക്ക് തന്നെ ചെയ്യാൻ പറ്റിയത്. കാരണം ഇതിൻ്റെ ഒരു തുടക്കം മുതൽ ഞാൻ ഇതിൻ്റെ ഡ്രോയിങ് ചെയ്യുമ്പോൾ തന്നെ അച്ഛൻ്റെ ഓരോ നിർദ്ദേശങ്ങളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു ഡ്രോയിങ്ങിലേക്ക് വന്നത്. അല്ലെങ്കിൽ ഇത്തരം രസകരമായൊരു കോമ്പോസിഷനൊന്നും ഉണ്ടാകില്ല, അല്ലെങ്കിൽ ഇത്ര രസകരമായൊരു ക്രിയേഷനൊന്നും നടക്കില്ലായിരുന്നു. ഇത് വർക്ക് തീർക്കാൻ വേണ്ടിയിട്ട്, വർക്ക് തുടങ്ങിയത് വർക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 6 മാസത്തോളം എടുത്തായിരുന്നു. കാരണം ചെറിയ ചെറിയ ഗ്ലാസിൻ്റെ മൊസൈക്കാണിത്. അതിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചാണ് നമ്മൾ ചെയ്തത്. ഒരു 6 മാസത്തോളം നമ്മുടെ സ്റ്റുഡിയോയിൽ എടുത്തായിരുന്നു. അതിനുശേഷം ഒന്ന് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ആഴ്ചത്തോളം എടുത്തായിരുന്നു. അപ്പോൾ നമ്മളുടെ വലിയൊരു ഗ്യാങ്ങൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി ഞങ്ങളിവിടെ ഭയങ്കര ആഘോഷമൊക്കെ ആയിരുന്നു. കാരണം സ്കൂളിൽ തന്നെയൊക്കെ ആയിരുന്നില്ല. ഭയങ്കര രസകരമായൊരു ഫിറ്റിങ്ങൊക്കെ ആയിരുന്നു അന്ന് ഈ വർക്കൗട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഇത് ടോണി അച്ഛനാണ് ഞങ്ങൾ ഈ വർക്ക് ഇവിടെ ചെയ്യിപ്പിക്കുന്നത്. വളരെ മനോഹരമായ ഒരു വർക്കാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഞാൻ എൻ്റെ മനസ്സിൽ നേരത്തെ വിചാരിച്ചിരുന്നത് ഇവിടെ ചെറിയൊരു പോഡിയം സെറ്റ് ചെയ്തിട്ട് അവിടെ ഒരു പിയാത്ത ചെയ്യാനാണ്. പക്ഷേ അതിലും നമ്മളൊക്കെ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറം ചിന്തിച്ചുകൊണ്ട് അതിമനോഹരമായ ആർട്ടിസ്റ്റ് വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട് ജോർജ് ചേട്ടനും ഫ്രണ്ട്സും. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു, എനിക്ക് തന്നേക്കുന്ന ഏറ്റവും വലിയൊരു സമ്മാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ പിയാത്ത ഈ ഭവനത്തെ ഒരു ഡെഡ് ഫീലിംഗ് ആയിരുന്നു. ആ ഫീലിംഗ് തന്നെ ഇങ്ങോട്ട് കയറി വരുന്നതുകൊണ്ട് ആ ഫീലിംഗ് തന്നെ മാറ്റി മറിച്ചിരിക്കുന്ന ഒരു പിയാത്തയാണ് ഇത്. ഇവിടെ ഒത്തിരി ആൾക്കാർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോകുന്നു. ഇതിലേ പോകുമ്പോൾ ആൾക്കാർ അവിടെ നിന്ന് ഒരു നിമിഷം പ്രാർത്ഥിച്ചിട്ട് പോകുന്നു. ഇതൊക്കെ ഒരു കലാകാരന്, ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു ആധ്യാത്മിക സൃഷ്ടിക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വർക്കിലൂടെ ഒത്തിരി പേരുടെ ഉള്ളിൽ ആധ്യാത്മിക സൃഷ്ടിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ജോർജേട്ടൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും ട്രാവൽ ടു ആർട്ട് ആൻഡ് ഫുഡിൻ്റെ ഒരു പെടപ്പൻ പുതുവത്സരാശംസകൾ.